പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി വചന ശുശ്രൂഷയുടെ സമയത്ത് വിദ്യാർത്ഥിനികളെയും യുവതീ യുവാക്കന്മാരെയും യേശു വളരെ കരുണയോടെ അനുഗ്രഹിക്കുന്നു. ജീസസ് ഈസ് വെരി ഫ്രണ്ട്ലി ടു യങ് അഡൽട്സ് ആൻഡ് ചിൽഡ്രൻ ആൻഡ് യൂത്ത് ഡ്യൂറിങ് ദ ടൈം ഓഫ് അഭിഷേകാഗ്നി ബൈബിൾ പ്രോഗ്രാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ധാരാളം കുട്ടികൾ മലയാളം അറിയാത്തവരാണെങ്കിൽ പോലും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിലെ യുവതി യുവാക്കന്മാർ, ചെറുപ്പക്കാർ, കുട്ടികൾ ഈ അഭിഷേകാഗ്നി സമയത്തിരുന്ന് വിവിധ സംസ്ഥാനങ്ങളിലിരുന്ന് വിവിധ രാജ്യങ്ങളിലിരുന്ന് വചനം ശ്രവിക്കുന്നുണ്ട്. അവരെല്ലാവരെയും അച്ഛൻ പ്രത്യേകമായി ഒന്ന് അഭിവാദനം ചെയ്യുകയാണ്. ഐ സ്പെഷ്യലി ഗ്രീറ്റ് ദോസ് ഹൂ ആർ നോട്ട് ഫെമിലിയർ വിത്ത് മലയാളം. Even though you are not familiar with Malayalam, Lord will bless you. Hallelujah, 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 hallelujah. ഒരു കുട്ടിയുടെ അനുഭവം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. എൻ്റെ പേര് സോന. ഞാൻ കർണാടകയിലെ ഉടുപ്പിയിലെ ഹെബ്രി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു ബിടെക് വിദ്യാർത്ഥിനിയായിരുന്നു. ഇപ്പോൾ 2015 ഞാൻ 4th ഇയർ ആയിരുന്നപ്പോൾ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് വന്നു. പല കമ്പനിയിലും ഇൻ്റർവ്യൂ വരെ പോവും, പക്ഷെ കിട്ടില്ല. അങ്ങനെ 1-2 എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ വീട് ഏറ്റുമാനൂരാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് പോകുമ്പം ഈ അഭിഷേകാഗ്നി കാണാറുണ്ട് വീക്കെൻഡിൽ. വീട്ടിൽ ചെല്ലുമ്പോൾ കോളേജ് ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കൊച്ചു അഭിഷേകാഗ്നി പ്രോഗ്രാം കാണും. അപ്പം എൻ്റെ ഓർമ്മ ശരിയാണ്, നവംബറിലെ ലാസ്റ്റ് വീക്കിലൊരു ചെറുക്കൻ കൊച്ചിൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നു. അവൻ 9th ഭയങ്കര പഠിക്കാൻ മോശമായിരുന്നു. പക്ഷേ എന്നിട്ട് അവൻ്റെ അമ്മ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, അഭിഷേകാഗ്നിയുടെ സമയത്ത് നിനക്ക് നല്ല മാർക്ക് കിട്ടാൻ. അപ്പം അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ ചോദിച്ചു, നീ എങ്ങനെയാണ് പ്രാർത്ഥിച്ചു? അവൻ പറഞ്ഞു, എനിക്ക് 80% കൂടുതൽ മാർക്ക് കിട്ടണമെന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ എന്തായാലും ദൈവത്തോട് ചോദിക്കല്ലേ, 90 ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ അങ്ങനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് അവന് റിസൾട്ട് വന്നപ്പോൾ 92 94 എന്തോ. അപ്പോൾ ആ സാക്ഷ്യം കേട്ട് ആ സാക്ഷി അവൻ TV പറഞ്ഞു കേട്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടു. അപ്പോഴേക്കും എൻ്റെ അമ്മയുടെ അമ്മ പറഞ്ഞു, കണ്ടോ ആ കൊച്ച് തോക്കുക, എന്നിട്ട് അവന് ഇത്രയും മാർക്ക് കിട്ടി, നീ ഇതിനെ പേടിക്കുന്നത്, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അപ്പോൾ ജോലി കിട്ടണമെന്ന് വെച്ചാൽ അതിന് മുമ്പ് എഴുതിയ ടെസ്റ്റിന് ഞാൻ കയറിയിട്ടില്ല, പക്ഷെ പൊട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ അതെന്തായാലും ജോലി കിട്ടി പോവുകയും ചെയ്യുന്നുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് പ്ലേസ്മെന്റ് ആകുന്നില്ല, ബാക്കിയൊക്കെ പ്ലേസ്മെന്റ് ആകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ ഇടയ്ക്ക് അഭിഷേകാഗ്നി വീക്കെൻഡ് വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ 1 മാസത്തിലൊരിക്കലൊക്കെയാ. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് നെക്സ്റ്റ് അഭിഷേകാഗ്നി ഞാൻ കാണുന്നതിന് മുമ്പ് എനിക്കൊരു ജോലി കിട്ടണമെന്ന് പറഞ്ഞു. ഈ സാക്ഷ്യം
കേട്ടപ്പോ വലിയപ്പോ വല്ലാതെ കാര്യങ്ങൾ കേട്ടപ്പോ ഈ കൊച്ചു ഞാൻ ഇനിയിപ്പോ അടുത്ത അഭിഷേകം നീ കാണുന്നത് പോസിബിൾ. അതിനു മുമ്പ് എനിക്കൊരു ജോലി കിട്ടിയിരിക്കും, കിട്ടണം കടത്ത നിയോഗം വെച്ച് അങ്ങ് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു അത് നെക്സ്റ്റ് അഭിഷേകിനെ കാണുമ്പോൾ എനിക്ക് ജോലി കിട്ടിയിട്ടിരിക്കണമെന്ന്. ആ December 6th 7th എനിക്ക് ഇന്റർവ്യൂ. അന്ന് ഞാൻ അതെല്ലാം പാസ്സായി. പക്ഷെ എനിക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഉറപ്പായി കിട്ടത്തില്ലായിരിക്കും എന്ന്. നോർമലി അല്ല 5-6 എക്സ്പീരിയൻസ് ആയോണ്ട് അപ്പൊ ആ ഡിസംബർ ക്രിസ്മസ് വെക്കേഷന് മുമ്പ് 22-ാം തീയതി വൈകുന്നേരം എനിക്ക് റിസൾട്ട് വന്നു. എനിക്ക് ജോലി കിട്ടി. ഞാൻ പിന്നെ അഭിഷേകിനെ കാണുന്നത് ജാനുവരിയിലാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അടുത്ത അഭിഷേകത്തിന് മുമ്പ് ജോലി വേണം കർത്താവെന്ന് പറഞ്ഞു. അടുത്ത അഭിഷേകയുടെ തലയാഴ്ച കർത്താവ് ജോലി നൽകി അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ചോദിക്കുക ഈശോടങ്ങൾ ചോദിക്കുക. കർത്താവ് ഫ്രീ ആണ്. അപ്പൻ്റെ സ്വത്തൊക്കെ നമുക്ക് അവകാശപ്പെട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ വന്ന അഭിഷേകത്തിന് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈശോയും സ്വർഗം ഞങ്ങളുടെ കുടുംബം സന്ദർശിക്കുന്ന സമയമാണ് അഭിഷേകത്തിന് പ്രോഗ്രാം എന്ന് പണ്ടൊരു അപ്പച്ചൻ പറഞ്ഞ് ഓർക്കാണ്. ഈശോ ഞങ്ങളുടെ കുടുംബം സന്ദർശിക്കുന്ന സമയമാണ് അഭിഷേകത്തിന് പ്രോഗ്രാമിന്റെ സമയം. ഹല്ലേലൂയ. ഞാൻ ഈ April 8-ാം തീയതി ഓശാന ഞായറിന്റെ തലേദിവസം ചെന്നൈ ജോലി പ്രവേശിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പ് വന്ന് ധ്യാനം കൂടി ഈശോയെ മഹത്വപ്പെടുത്തി ജോലിക്ക് പോകുമ്പോൾ ഇരട്ടി അനുഗ്രഹം സഹോദരി കർത്താവ് നൽകി അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. കൈകൾ ഉയർത്തി കൈയടിച്ച് Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, എഴുന്നേറ്റ് നിന്ന് അല്പനേരം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പാട്ടുപാടി ദൈവത്തെ ആരാധിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ഗാന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ തുള്ളിച്ചാടി കൈയടിച്ച് ഹൃദയം തുറന്ന് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ സ്വാതന്ത്ര്യത്തോടെ ദൈവപിതാവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വലിയ ശക്തിയോടെ കൊടുങ്കാറ്റടിക്കുന്ന ആരവങ്ങളോടെ എഴുന്നള്ളി വരുന്നവനാണ് പരിശുദ്ധാത്മാവ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കുട്ടികളെല്ലാം കൈകൾ ഉയർത്തിപ്പിടിക്കുക. കുടുംബം മുഴുവൻ ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ഓ ദൈവമേ, ഈ പ്രാർത്ഥനയുടെ സമയത്ത് കുടുംബം മുഴുവനിലേക്ക് അത്യുന്നത ശക്തി ആവസിക്കട്ടെ. ഭവനത്തിലേക്ക് ദൈവശക്തി വരട്ടെ. ക്ഷീണങ്ങളെല്ലാം മാറട്ടെ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, 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 എഴുന്നള്ളി വരണമേ. ഹോളി ഫയർ. കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ ഭൂമിയിളകും അഭിഷേക ശക്തിയ ഭൂമിയിളകും അഭിഷേക ശക്തിയ ആഗതമാകണമേ. വേഗം ആഗതമാകണമേ. പുതിയൊരു പെന്തക്കോസ്ത് ദിനമാകട്ടെ. അഭിഷേകത്തീക്കാഞ്ഞി വീശട്ടെ. പുതിയൊരു പെന്തക്കോസ്ത് ദിനമാകട്ടെ. ഇന്ന് അഭിഷേകത്തീക്കാഞ്ഞി വീശട്ടെ. ശക്തിയാ പുത്തനുണർവാ അഭിഷേക നീയൽ പൂരിതരാകട്ടെ. പുതുശക്തിയാ പുത്തനുണർവാ അഭിഷേക നീയൽ പൂരിതരാകട്ടെ. ഇടത്തോടും വലത്തോടും അല്പം അനങ്ങി കൈകൾ ഇരുവശങ്ങളിലേക്ക് അടിച്ച് ഹൃദയ സ്വാതന്ത്ര്യത്തോടെ എല്ലാ ഭാരവും കർത്താവിൽ സമർപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ദൈവജനം ആരാധിക്കുന്നു. അഭിഷേകത്തിൻ നീർച്ചാലൊഴുക്കിടുക. വചനത്തിൻ വിത്ത് മുളയ്ക്കാൻ ഹൃദയമൊരുക്കിടുക. അകതാരി അഭിഷേകത്തിൻ നീർച്ചാലൊഴുക്കിടുക. വചനത്തിൻ വിത്ത് മുളയ്ക്കാൻ ഹൃദയമൊരുക്കിടുക. ദൈവശക്തിയാ ഫലങ്ങളും ദൈവ സ്വഭാവ ഫലങ്ങളും ദൈവം നൽകും
ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക. ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക. തുള്ളിച്ചാടി പുതിയൊരു പെന്തക്കോസ്ത് ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തീക്കാഞ്ഞി വീശട്ടെ. വലിയ സന്തോഷത്തോടെ പുതിയൊരു പെന്തക്കോസ്ത് ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തീക്കാഞ്ഞി വീശട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവാ അഭിഷേക നീയാൽ പൂരിതരാകട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവാ അഭിഷേക നീയാൽ പൂരിതരാകട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ക്ഷീണിതരിലേക്ക് നിറയണമേ, ക്ഷീണിതരിലേക്ക് നിറയണമേ, തകർന്നവരിലേക്ക് നിറയണമേ, കുടുംബങ്ങളിലേക്ക് നിറയണമേ, രോഗികളിലേക്ക് നിറയണമേ, വിദ്യാർത്ഥികൾ നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവരും ഇരിക്കുക. നമുക്ക് ദൈവ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രേ ഫോർ സിന്നേഴ്സ്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുലിഖിതം, സെന്റ് ലൂക്ക് ചാപ്റ്റർ 15:7. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ യേശു വെളിപ്പെടുത്തിയ ഒരു വെളിപ്പെടുത്തലാണിത്. ഒരു പാപിയുടെ മാനസാന്തരത്തിൽ സ്വർഗം വളരെ വലിയ വിധത്തിൽ സന്തോഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ഫൗസ്തീനയ്ക്ക് ദൈവം നൽകിയ വെളിപ്പെടുത്തലുകളുണ്ട്, യേശു നൽകിയ വെളിപ്പെടുത്തലുണ്ട്. അതൊരു ഡയറി കുറിപ്പായി വിശുദ്ധ ഫൗസ്തീന എഴുതി ലോകത്തിന് നൽകിയിട്ടുണ്ട്. 1397-ാം ഖണ്ഡികയിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: ഓരോ ആത്മാവിൻ്റെയും നഷ്ടത്തിൽ ഞാൻ മരണതുല്യമായ ദുഃഖം അനുഭവിക്കുന്നു. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നീ എന്നെ ആശ്വസിപ്പിക്കുന്നു. പാപികളുടെ മാനസാന്തരത്തിനായുള്ള പ്രാർത്ഥനയാണ് എനിക്കേറ്റവും പ്രീതികരമായ പ്രാർത്ഥന. എൻ്റെ മകളെ അറിയുക, ഈ പ്രാർത്ഥന എപ്പോഴും കേൾക്കപ്പെടുകയും അവയ്ക്ക് പ്രത്യുത്തരം നൽകപ്പെടുകയും ചെയ്യുന്നു. സ്വർഗത്തെ അത്യധികമായി സന്തോഷിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. 1397-ാം ഖണ്ഡികയിൽ വിശുദ്ധ ഫൗസ്തീന ഡയറി കുറിപ്പുകളിൽ ഈശോ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ ഫൗസ്തീനയ്ക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്: ഓരോ ആത്മാവിൻ്റെയും നഷ്ടത്തിൽ എൻ്റെ ആത്മാവ് മരണതുല്യമായ വേദന അനുഭവിക്കുന്നു. നമ്മുടെ ചുറ്റിലും ഓരോ ആത്മാക്കളും പാപത്തിൽ ബന്ധിക്കപ്പെട്ട് വേദന അനുഭവിച്ച് അല്ലെങ്കിൽ ദൈവികമായ ബന്ധം നഷ്ടപ്പെട്ട് കിടക്കണമ്പോൾ യേശുക്രിസ്തു വെളിപ്പെടുത്തുകയാണ്: ഓരോ ആത്മാവിൻ്റെയും നഷ്ടത്തിൽ എൻ്റെ ആത്മാവ് മരണതുല്യമായ വേദന അനുഭവിക്കുന്നു. ആ സമയത്ത് ഒരു പാപിയെ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ആ ആത്മാവിന് വേണ്ടി ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ അത് യേശുവിനെ
അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ദൈവ പൈതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറഞ്ഞത് ഓർമ്മയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അപ്പൻ പാപത്തിൽ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന സമയത്ത് ആ മകൻ അപ്പന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം എങ്ങനെ ആ പ്രാർത്ഥന കേട്ടുവെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ബോബി അഗസ്റ്റിൻ. ഞാൻ ആലക്കോട് ഇടവ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. എനിക്ക് 5 മക്കളുമുണ്ട്. പിന്നെ ഞാൻ 2009 നവംബർ 15-ാം തീയതി ഇവിടെ ധ്യാനത്തിന് വന്നു. ഒരു പ്രത്യേക ഉദ്ദേശമായിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ചാച്ചന് ഞാൻ ചെറുപ്പം മുതലേ കാണുന്നത് നല്ലവണ്ണം മദ്യപിക്കുകയും പിന്നെ ഒരു അങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ദൈവത്തോട് വലിയ ഭക്തിയുള്ള ഒരു ജീവിതമായിട്ടൊന്നുമല്ല കണ്ടത്. പക്ഷെ എൻ്റെ എപ്പോഴും ഉള്ള ഒരു പേടി, ചാച്ചന് ഹാർട്ട് അറ്റാക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു. അപ്പം നല്ലൊരു വിശ്വാസത്തിലേക്ക് വന്നു മരിച്ചില്ലെങ്കിൽ ഈ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എങ്ങനെ ഞാനൊരു സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായിട്ടും കേൾക്കും. അതായത് ഇവിടെ വന്ന് അപ്പച്ചൻ ഇങ്ങനെ പ്രായമുള്ള അപ്പച്ചനാണ്, മദ്യപാൻ അങ്ങനത്തെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചേട്ടൻ്റെ മനസ്സിലായി എന്നമേ വേറൊന്നല്ല, അപ്പച്ചൻ്റെ ആത്മാവ് സ്വർഗത്തിൽ എത്തണ്ടേ, അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം അങ്ങനെ ഇവിടെ ധ്യാനിക്കാൻ വേണ്ടി വന്നു. 2009 നവംബർ 15-ാം തീയതി ബിനോയ് അച്ഛൻ്റെ നേതൃത്വത്തിൽ നടന്ന ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ കരുണയുടെ ഈശോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു. അത് ആ രോഗത്തിന് പ്രാർത്ഥിക്കുന്ന ഒരു സ്പെഷ്യൽ ബ്ലെസ്സിംഗ് ഉണ്ട്, അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എഴുതിയിട്ട് എൻ്റെ ചാച്ചൻ അമ്മയോട് കൂടെ വന്ന് ഇവിടെ ധ്യാനിച്ച് വന്നും നല്ലൊരു മരണം കിട്ടുകയാണ്, ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചു. അത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഇവൻ ആ നിയോഗം വെച്ച് പറയാം. എൻ്റെ വേറെ ഒന്നും പറഞ്ഞാൽ ചാച്ചൻ അമ്മച്ചിയും ഇവിടെ വന്ന് ഒരാഴ്ച താമസിച്ച് ധ്യാനം കൂടി നന്നായിട്ട് ഒരുങ്ങി അവർ സ്വർഗത്തിലേക്ക് എത്തണം, ഇതെനിക്ക് ആഗ്രഹമുള്ളൂ. ആ ഒരു നിയോഗം വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് ചാച്ചനോട് പറഞ്ഞു, ചാച്ച ഇന്നുപോലെ ധ്യാനം ഒറ്റപ്പാടിയിലുണ്ട്, നമ്മൾ എന്തായാലും കൂടണമെന്ന് പറഞ്ഞു. അപ്പോൾ ചാച്ചൻ എന്നോട് പറഞ്ഞു, നിന്നെപ്പോലെ പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എനിക്കിപ്പോൾ ആ മല കയറി പോയി ധ്യാനിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളരെ വിഷമത്തോടുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ചാച്ചൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്കൊരു ധ്യാനം കൂടണം. കണ്ടോ സഹോദരങ്ങളെ, അതാണ് ദൈവത്തിന് ഇടപെടല്. ചില ആൾക്കാരങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വലിയ ഭാവമൊന്നും ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു ചിന്ത, അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പീഡയാണ്. പക്ഷേ എന്ത് ചെയ്ത് ഈ ചേട്ടൻ പെട്ടില്ല. അപ്പം എന്തായത് ചേട്ടൻ ഇരുന്ന് വീണ്ടും പ്രാർത്ഥിക്കുക, ധ്യാനത്തിന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, വീണ്ടും പ്രാർത്ഥിച്ച് 1 മാസം കഴിഞ്ഞാൽ അപ്പച്ചൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ പ്രാർത്ഥന ചെല്ലും തോറും ജനമനസ് ചെല്ലും തോറും ദൈവകൃപ വ്യാപരിക്കും. ആദ്യം ഇവിടെ വരാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ ചാച്ചനൊരു നിർബന്ധം, കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്, തീർത്തിട്ടേ പോവുള്ളൂ. അപ്പോൾ ആദ്യത്തെ ബുക്കിംഗ് അങ്ങ് ക്യാൻസലായി. അത് കഴിഞ്ഞിട്ട് 1.5 ഏക്കർ സ്ഥലം ചാച്ചൻ്റെ പേരിലുണ്ട്. ഇതുമായിട്ട് ബാങ്കിൽ ചെന്നപ്പം 1.5 ഏക്കർ സ്ഥലത്തിന് 5 ലക്ഷം കൊടുക്കുകയല്ലെന്ന് പറഞ്ഞു. അവസാനം എങ്ങനെയോ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് കുടിക്കടം പോലും കൊടുക്കാതെ 21-ാം തീയതി ഫെബ്രുവരി 21-ന് 5 ലക്ഷം രൂപ ചാച്ചന് കിട്ടുകയും അങ്ങനെ 22-ാം തീയതി ഇവിടെ നടന്ന ധ്യാനത്തിൽ വന്ന് പങ്കെടുക്കുകയും ചെയ്തു, ചാച്ചനും അമ്മയും കൂടെ. ധ്യാനം കഴിഞ്ഞ് ഇവിടെ വന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പം വീണ്ടും ഈ ഹാർട്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി. അച്ഛന് ഇവിടെ അതൊരു ആശുപത്രി വിട്ടു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. അപ്പം ധ്യാനത്തിനിടയ്ക്ക് ബിനോയച്ചനെ ചെന്ന് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈശോ സ്പർശിച്ചിട്ടുണ്ട്, ചേട്ടന് ഇനി വേറൊന്നും ഭൗതിക കാര്യങ്ങളൊന്നും ഇനി ആലോചിക്കേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ വന്നു. അന്ന് രാത്രി കാലിന് ചെറിയ നീരൊക്കെ ഉണ്ടായതുകൊണ്ട് രാത്രിയിലെത്തിയത്. ശനിയാഴ്ച നീരുള്ളതുകൊണ്ട് പുറത്തു പോലും പോയില്ല. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയുടെ കുർബാനയ്ക്ക് പള്ളിയിൽ പോയി. കുർബാനയല്ല, 12 മണി 10:30ക്കുള്ള കുർബാന കൂടി 12 മണി ആയപ്പോൾ തിരിച്ചു വന്നു. അന്ന് രാത്രി അഭിഷേകാഗ്നി പ്രാർത്ഥന കഴിഞ്ഞ് പ്രോഗ്രാമില്ല, ഞായറാഴ്ച 8 മണിക്ക് അഭിഷേകാഗ്നി പ്രോഗ്രാം അതും കണ്ട് പ്രാർത്ഥിച്ചു. അപ്പൊ ശരിക്കും ഒരു ആത്മാവിനെ ഒരുക്കുന്നുണ്ട്. മനസ്സിലായോ? എഴുന്നേറ്റ് നിന്ന് കൈ കൊട്ടിയൊക്കെ പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തു. പെട്ടെന്ന് വേദന കൂടി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ മരിക്കുകയും ചെയ്തു. അത് ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് നല്ല അവസ്ഥയിൽ മരിക്കാൻ പറ്റി. അതെനിക്ക് സഹോദരങ്ങളെ, അതായത് ശരിക്കും നമ്മളൊരു ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം അത് മറ്റെന്ത് കൈക്കൊള്ളുന്നതിനേക്കാളും കൈക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാം തിരുലിഖിതം, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഒരു ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ദൈവം അത് കേൾക്കും. ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരമായ പ്രാർത്ഥനയാണ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന ദൈവസന്നിധി ചെല്ലുമ്പോൾ ഈ പാപിക്ക് നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടി ദാഹം ഉണ്ടാവും. ഒരു കൃപ അതിൻ്റെ മേൽ വർഷിക്കപ്പെടും. അത് നിത്യരക്ഷയ്ക്ക് വേണ്ടി അന്വേഷിക്കാൻ തുടങ്ങും. നീർത്തോട് തേടുന്ന മാൻപടയെ പോലെ ഈ ആത്മാവ് ദാഹിക്കാൻ തുടങ്ങും ദൈവത്തിന് വേണ്ടി.
പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത്രമാത്രം ശക്തമാണ് മാനസാന്തരത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരു പാപി ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ അപ്പം തന്നെ ആ വ്യക്തി സ്വമനസാ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ അപ്പം തന്നെ ദൈവം വലിയ കൃപ അതിൻ്റെ മേൽ വർഷിക്കുന്നു. അത് വിശുദ്ധ ഫൗസ്റ്റീന ഡയറി കുറിപ്പിൽ 723 ഖണ്ഡികയിൽ അതിനെക്കുറിച്ച് വായിക്കുന്നത് എങ്ങനെയാണ്: ഒരുവൻ എത്ര വലിയ പാപിയാണോ അവൻ അത്രയധികം എൻ്റെ കരുണയ്ക്ക് അർഹതയുള്ളവനായിരിക്കും. എൻ്റെ കരുണയിൽ ശരണം വെക്കുന്നവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല. കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും എൻ്റേതാണ്. അവരുടെ ശത്രുക്കൾ എൻ്റെ പാദപീഠത്തിന് കീഴിൽ ചിതറിക്കപ്പെടും. ഈ ഒരു ആത്മാവിൻ്റെ നിത്യനാശത്തിന് വേണ്ടി അത്യുദ്ധാനം ചെയ്യുന്ന എല്ലാ ശത്രുക്കളും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ചിതറിക്കപ്പെടും. ഒരു അനുഭവം കണ്ടില്ലേ? ആ ചേട്ടൻ്റെ മനസ്സ് തുറന്നു, ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ സ്വീകരിച്ചു, വിശുദ്ധി കൊണ്ട് നിറഞ്ഞു. അങ്ങനെ അവസാനം അഭിഷേകാഗ്നി വചനവും കേട്ട് ദൈവത്തെ ആരാധിച്ച് സ്വർഗത്തിലേക്ക് യാത്രയായി. എന്തൊരു മനോഹരമായ, എന്തൊരു അനുഗ്രഹീതമായ ഒരു യാത്രയാണ് ആ അപ്പച്ചന് ദൈവം കൊടുത്തത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവത്തെ അങ്ങേയറ്റം പ്രീതിപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയായതുകൊണ്ട് പിശാച് പലതരത്തിലുള്ള മൊരട്ട് ന്യായങ്ങളും അതിനെതിരെ ഉന്നയിക്കും. പിശാച് പറയും, ഇപ്പം നീ പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും രക്ഷപ്രാപിക്കാൻ പോണേ, നിന്റെ കാര്യം തന്നെ നമുക്കറിയാവുന്ന, നീ അപ്പോൾ ആളുകളെ രക്ഷിക്കണത്, മര്യാദയ്ക്കിരിക്കുക. പലതരത്തിലുള്ള മൊരട്ട് ഉപദേശങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ദുഷ്ടപിശാച് കൊണ്ടുവരും. 3 തരത്തിലുള്ള ഉപദേശങ്ങൾ ദുഷ്ടാരൂപി നമ്മുടെ ഉള്ളിൽ വെച്ച് ദൈവരാജ്യ വേലയിൽ നിന്ന്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നുവെന്ന് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകളിൽ കാണാൻ സാധിക്കും. അതിൽ പിശാചിൻ്റെ ഒരു വാദം ഇങ്ങനെയാണ്. 1405 പാരഗ്രാഫിലാണ്: പാപികൾക്ക് വേണ്ടി ഇനി നീ പ്രാർത്ഥിക്കരുത്. പിശാച് വിശുദ്ധ ഫൗസ്റ്റീന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പിശാച് വിശുദ്ധ ഫൗസ്റ്റീനയുടെ അടുത്ത് പ്രത്യക്ഷനായി. എന്നിട്ട് വിശുദ്ധ ഫൗസ്റ്റീനയോട് ആക്രോശിച്ചുകൊണ്ട് പറയുകയാണ്, പാപികൾക്ക് വേണ്ടി ഇനി നീ പ്രാർത്ഥിക്കരുത്, എന്തെന്നാൽ അവർ അങ്ങനെ തന്നെ നശിച്ചു പോവുകയുള്ളൂ. ഈ നിമിഷത്തിൽ തന്നെ ആ ശബ്ദം ഒരു കാവൽ മാലാഖയുടെ രൂപം സ്വീകരിച്ച് എൻ്റെ മുമ്പിൽ നിന്നു. അപ്പോൾ ഞാൻ മറുപടി നൽകി, നീ ആരാണെന്ന് എനിക്കറിയാം, നീ നുണയുടെ പിതാവാണ്. ഞാൻ കുരിശടയാളം വരച്ച ക്ഷണത്തിൽ ആ തിന്മയുടെ ദൂതൻ ഭീഷണി മുഴക്കിക്കൊണ്ട് ക്രോധത്തോടെ അപ്രത്യക്ഷനായി. അപ്പോൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കുരിശിൻ്റെ വഴികൾ നടത്തുമ്പോൾ, ഉപവാസം എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ പിശാച് വന്ന് പല ചിന്തകൾ തരും. പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, അതുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അതുങ്ങൾ അങ്ങനെ നശിച്ചു പോവുകയുള്ളൂ, ഇത്രയും വയസ്സായതല്ലേ, ഇത്രയും കാലം ഉണ്ടായിരുന്നല്ലേ, എത്ര പേര് പറഞ്ഞതാ രക്ഷപ്പെട്ടോ, അതുകൊണ്ട് നീ ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ പിശാച് ഒരു എതിർചിന്ത. അപ്പം ആദ്യം പിശാച് തരുന്ന എതിർചിന്തയാണ്, ഇതുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല, ഇതുങ്ങളൊന്നും നേരെ ആയില്ല, എത്ര ധ്യാനം കൂടിയതാ രക്ഷപ്പെട്ടോ, എത്ര പ്രാർത്ഥിച്ചതാ രക്ഷപ്പെട്ടോ, ഇതുങ്ങൾക്കുള്ള പ്രാർത്ഥന വേണ്ട, നിർത്തിക്കോ, പ്രാർത്ഥന നിർത്തിക്കോ എന്ന് പിശാച് പറയും. രണ്ടാമത്തെ പിശാചിൻ്റെ ഒരു വാദം ഇങ്ങനെയാണ്, അതും വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിലാണ് നമ്മൾ കാണുന്നത്. 1465 പാരഗ്രാഫിലാണ്. മറ്റൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പിശാച് പ്രത്യക്ഷനായി പറഞ്ഞു, പാപികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കരുത്, നിനക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ നീ നശിച്ചു പോകും. ഇന്ന് ഒരുപാട് പേരുടെ ഉള്ളിൽ ഇരിക്കുന്ന ചിന്ത എങ്ങനെയാണ്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രക്ഷപ്പെടുന്നതിന് മുമ്പ് ആദ്യം ഞാനൊന്ന് രക്ഷപ്പെടട്ടെ, ഞാൻ തന്നെ ശരിയല്ല. ഇത് പിശാചിൻ്റെ ഒരു വഴിയാണ്. നമ്മുടെ ഉള്ളിൽ തോന്നും, നീ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, നീ നിനക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പാപികളെ ദൈവം എങ്ങനെയെങ്കിലും രക്ഷിച്ചോളും, വേറെ എത്ര അച്ഛന്മാർ, വേറെ എത്ര ആളുകളൊക്കെ ഉണ്ട്, അവരെങ്ങനെയെങ്കിലും രക്ഷിച്ചോളും, നീ നിൻ്റെ ആത്മരക്ഷ നോക്ക്. ഇങ്ങനെ പിശാച് നമ്മളെ കബളിപ്പിക്കും. കുട്ടികളെ, യുവജനങ്ങളെ, യുവതിവാക്കന്മാരെ, സമർപ്പിതരെ, വൈദികരെ, സകല ജനമേ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ദൈവത്തിന് മുമ്പിൽ ഏറ്റവും സംപ്രീതികരമായ കാര്യമാണ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പിശാച് ഒരുപാട് നുണചിന്തകൾ നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഹൃദയത്തിൽ അവൻ വിതയ്ക്കും. നാം അതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. വിശുദ്ധ പൗലോസ് പറഞ്ഞു, പാപികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കരുത്, നീ നിനക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ നീ നശിച്ചു പോകും. മൂന്നാമത്തെ അവൻ്റെ ഒരു നുണചിന്ത,
പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ആത്മാവിൻ്റെ അടുത്ത് വന്ന് അവൻ നൽകുന്ന മൂന്നാമത്തെ നുണജം നമ്മൾ കാണുന്നത് 1497 ഖണ്ഡികയിലാണ്. അവിടെ വിശുദ്ധ ഫൗസീന ഒരു നാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാച് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പിശാച് പറയുകയാണ്, പ്രലോഭകൻ തുടർന്നു, മറ്റാത്മാക്കളെ കുറിച്ച് നീ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? നീ നിനക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനേ കടപ്പെട്ടിട്ടുള്ളൂ. നീ നിനക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ, അവരവരുടെ കാര്യം നോക്കട്ടെ. നീ നിനക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനേ കടപ്പെട്ടിട്ടുള്ളൂ. പാപികളുടെ കാര്യത്തിൽ അവർ നിന്റെ പ്രാർത്ഥന കൂടാതെ തന്നെ മാനസാന്തരപ്പെട്ടു. അവരുടെ കാര്യം ദൈവം നോക്കിക്കോളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാച് നമ്മുടെ മനസ്സിൽ വീണ്ടും അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. അവൻ തുടർന്നു, പിശാച് തുടർന്നു. നീ ഇത് മനസ്സിലാക്കുക, ഒരു നല്ല സന്യാസിനിയായി ജീവിക്കുന്നതിന് മറ്റുള്ളവരെ പോലെ ജീവിച്ചാൽ മതിയാകും. എന്തിനാണ് വളരെയധികം ബുദ്ധിമുട്ടുകളിലേക്ക് സ്വയം നീങ്ങുന്നത്? എന്തിനാണ് ആവശ്യമില്ലാതെ ഏടാകൂടങ്ങൾ പിടിച്ചു വെക്കണത്? മര്യാദയ്ക്ക് സന്ധ്യാപ്രാർത്ഥന ചെയ്ത് കുരിശ് മരിച്ച് കടന്നുറങ്ങണതിന് പകരം ആവശ്യമില്ലാത്ത ഏടാകൂടങ്ങൾ തലയിൽ വെച്ച് ലോകം മുഴുവൻ എൻ്റെ തലയിരിക്കണമെന്ന് വിചാരിച്ച് നടക്കുക. ഒരു നല്ല സന്യാസിനെ ജീവിക്കുക ഇങ്ങനെ ഒന്നും ചെയ്യണ്ട. എല്ലാം ചെയ്ത് മര്യാദയ്ക്ക് ഇങ്ങനെ ഇരുന്നാൽ മതി. പിശാച് കൊടുക്കുന്ന ഉപദേശം. ഉടനെ തന്നെ വിശുദ്ധ ഫൗസ്തീന യേശുവിന്റെ നാമത്തിൽ ആശ്രയിച്ച് സാത്താനെ ശാസിച്ച് ബഹിഷ്കരിച്ചു. അത് ക്രോധത്തോടെ ഓടിമറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ പല പല ഉപദേശങ്ങൾ നൽകി നമ്മുടെ ഉള്ളിനെ കലക്കി അവൻ നമ്മളെ പാപികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ നിന്നും, പാപികൾക്ക് വേണ്ടിയുള്ള പരിഹാര ജീവിതത്തിൽ നിന്നും, പാപികളോടുള്ള സ്നേഹത്തിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ അവൻ വ്യതിചലിപ്പിച്ച് ലോകസുഖങ്ങളിലും ലോകവ്യഗ്രതകളിലും അവൻ ബന്ധിപ്പിക്കും. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് നമുക്ക് ശക്തി പ്രാപിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം നമുക്ക് സമർപ്പിക്കാം. കർത്താവിന് മുമ്പിൽ കരയാനും പരിഹാരം ചെയ്യാനും ഞാനിതാ തയ്യാറാണ്. 2 കരങ്ങൾ ഉയർത്തി ഈ സമയം ഉച്ചത്തിൽ സ്തുതിക്കുന്നു. യേശുവേ, ഇതാ എന്റെ ജീവിതം ഏറ്റെടുക്കണമേ. രാജാവേ, എന്റെ യേശുവേ, 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 യേശുവേ. പുതിയൊരു പന്തക്കുസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തീ കാഞ്ഞു വീശട്ടെ. ഇത് പുതിയൊരു പന്തക്കുസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തീ കാഞ്ഞു വീശട്ടെ. പുതുശക്തിയായി പുത്തനുണർവായി അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. പുതുശക്തിയായി പുത്തനുണർവായി അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ.